മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം സ്നേഹമാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുക: സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സഹോദര സ്നേഹത്തിന് പ്രഥമമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. ഒന്നാമത്തെ കാര്യം, സഹോദര സ്നേഹം നമ്മെ പ്രകാശത്തിലേക്ക് നയിക്കുന്നു. ഇന്നത്തെ ലേഖന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് പോലെ, യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 10-11 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ ജീവിക്കുന്നു, വെറുക്കുന്നവൻ ഇരുട്ടിലാണ്. വെറുപ്പുള്ളെടുത്ത് തിന്മയും അന്ധകാരവും സൃഷ്ടിക്കുമ്പോൾ സ്നേഹം അത് പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞ ക്രിസ്തു ആകുന്ന പ്രകാശത്തിലേക്ക് സഹോദര സ്നേഹം നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നു. രണ്ടാമതായി, സഹോദര സ്നേഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ക്ഷമയും സഹനവുമാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം ഉള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്: നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവൻ തനിച്ചായിരിക്കുമ്പോൾ നീ ചെന്ന് അവൻ്റെ തെറ്റ് തിരുത്തി കൊടുക്കണം. അത് അവൻ സ്വീകരിച്ചാൽ നീ അവനെ നേടിക്കഴിഞ്ഞു എന്നാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുക. പ്രിയമുള്ളവരെ, ഇങ്ങനെ അവർ ഉൾക്കൊള്ളണമെന്നുണ്ട് എങ്കിൽ അവിടെ ക്ഷമയും സഹനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് വലിയ മാതൃകയാണ് ക്രിസ്തു. ക്രിസ്തു തന്നെ കുരിശിൽ തറച്ച വ്യക്തികളോട് ക്ഷമിക്കുന്നതായിട്ട് ലൂക്കാ സുവിശേഷകൻ പ്രതിപാദിക്കുന്നുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്: ഇവരോട് ക്ഷമിക്കണമേ. ഈ ഒരു മാതൃക നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും കൈമുതലായിട്ട് സ്വീകരിക്കാം. ക്ഷമിക്കാനായിട്ടുള്ള വലിയ പ്രചോദനം നമുക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളാം. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുക: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. അതെ, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ലോകത്തിൻ്റെ പ്രകാശമായിട്ടുള്ള ക്രിസ്തുവിനെ ഉൾക്കൊള്ളാനും ആ ക്രിസ്തുവിലേക്ക് പ്രകാശത്തിലേക്ക് നയിക്കാനും സഹോദര സ്നേഹം നമ്മെ ഇടയാക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.